You are right. Home. Yeah. 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 Good. മോദലാളി. ഹലോ മുതലാളി, ഞാൻ വിക്രമനാ മുതലാളി. ഹലോ, എന്താടാ വിക്രമ? എക്സ്ക്യൂസ് മീ, ഇവിടെ നിന്ന് ഫോൺ ചെയ്യാൻ പാടില്ല കേട്ടോ. അയ്യോ, ഇങ്ങോട്ട് വന്ന കോളാ, ഞാൻ അങ്ങോട്ട് വിളിച്ചതല്ല. ഒന്ന് പറഞ്ഞോട്ടെ. ഹലോ, എടേ, ഇവിടെ ഫോണിൽ സംസാരിക്കാൻ പാടില്ല. ഞാൻ ആദിയുടെ സ്കൂളിലാ. അർജന്റ് മാറ്റർ മുതലാളി. നമ്മൾ അകത്ത് കയറാൻ പാടില്ലെന്ന് പറഞ്ഞ് കോർട്ട് ഓർഡറും വാങ്ങിച്ച് പോലീസിനെ കാവൽ നിർത്തി അവൻ അകത്ത് കയറി നിൽക്കുക. ആവശ്യത്തിന് ഗുണ്ടകളുണ്ട്. ഇനിയിപ്പോ നമ്മളെന്താ ചെയ്യേണ്ടത്? ചെയ്യേണ്ടത് അവന്റെ കൈയും കാലും തല്ലി ഓടിക്ക്. അകത്ത് കയറിയല്ലേ തല്ലി ഓടിക്കാൻ പറ്റുള്ളൂ. പുറത്തിറക്കിട്ട് അടിക്കടാ. എന്റെ മുതലാളി അടി കൊള്ളാൻ വേണ്ടി ആരെങ്കിലും പുറത്തിറങ്ങി വരുവോ? അത് കാണിക്കാൻ പറയടാ. ആ കോർട്ട് ഓർഡർ അത് തട്ടിപ്പറിച്ചിട്ടോട്. അപ്പൊ അവൻ പുറകെ വരും. അപ്പൊ നമുക്ക് അവനെ അവിടെ ഇട്ടടിക്കാം. ഓക്കെ മുതലാളി. ഹോ, ഈ മുതലാളിയുടെ ഒരു ബുദ്ധിയേ. വെറുതെ അല്ല ഞാനൊന്നും മുതലാളിയാവത്ത്. അല്ല സാർ, ആ കോർട്ട് ഓർഡർ ഒന്നുകൂടെ കാണാമായിരുന്നു. അതൊക്കെ ഞാൻ നേരത്തെ കാണിച്ചതാ. അന്നേരം ഞാൻ കണ്ണട എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴും എടുത്തിട്ടില്ല. അതെല്ലാം ഒന്നുകൂടെ കാണണമെന്ന് പറഞ്ഞത് സാറേ. അത് കാണിച്ചു കൊടുത്ത്. ഇവിടെ കൊണ്ടുവന്നേ. നോക്കിട്ട് വേണ്ട, ഇത്രേ കാര്യമുള്ളൂ. അല്ല സാറേ, ഇതിന്റെ ഈ സാധനം ഞാനേ വീട്ടിൽ പോയി കണ്ണെടുത്തിട്ട് വാങ്ങിക്കാം. അയ്യോ, നീ വീടിന്റെ പുറത്ത് ഇറങ്ങില്ല. പുറത്തിറക്കാനുള്ള വിദ്യയൊക്കെ ഞങ്ങളുടെ മുതലാളിയുടെ മസിലും പരിപ്പിച്ച് നടക്കുകയാണ്. ആരോട് ചോദിച്ചാണ് നീ കൂടി ക്ലാസ് വെച്ചത്? ഒന്ന് നിർത്തിക്കേ. 2 ദിവസമായല്ലേ പിള്ളേരിങ്ങനെ ഹോ ഹോ എന്ന് വിളിച്ച് തൊണ്ട കീറാൻ തുടങ്ങിയിട്ട്. പിള്ളേരതൊക്കെ പഠിച്ചു കഴിഞ്ഞു. ഇപ്പൊ ഉറക്കത്തിൽ പോലും പിള്ളേര് ഹോ ഹോ എന്നാ പറയണത്. ഇനി പഠിപ്പിക്കാനുള്ളത് അടി തട, അടി തട. അതോടാ ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പഠിപ്പിക്കാൻ പറ്റൂ. ഇനി സാറിന് പഠിപ്പിക്കാൻ പറ്റുമെങ്കിൽ സാർ പഠിപ്പിക്കും. മുതലാളി അടിതെ ഓട്ടോയും വിളിച്ചു വന്ന് കാത്തോളേ. നിക്കേ, ഞാൻ ഇപ്പൊ പഠിപ്പിച്ച് കാണിച്ചുതരാം കേട്ടോ. എന്നാ കോർട്ട് ഓർഡർ ദേവന്മാര്. എല്ലാവരും ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ഇപ്പോ ഒരു കൂട്ടം ഗുണ്ടകൾ നമ്മളെ ആക്രമിക്കാൻ വരികയാണെന്ന് വിചാരിക്കും. ആദ്യത്തെ അറ്റാക്ക് നമ്മുടെ ആയിരിക്കും. ആദ്യത്തെ അറ്റാക്ക് നമ്മുടെ ആയിരിക്കും. ഇതുപോലെ അപ്പൊ അവന്മാരെല്ലാം കൂടെ അരച്ചു പിടിച്ച് വീഴും. പക്ഷെ അവന്മാര് പോവില്ല. പിന്നെ എണീറ്റ് ഇതുപോലെ. അപ്പൊ നമ്മ ഇടത്ത് കഴിക്കും. അപ്പൊ അവന്റെ കൈ വലത്ത് പിടിച്ച് ഇടത്തിയോട് ചായ അടിക്കാൻ വന്ന ഒഴിഞ്ഞോ. എന്നിട്ട് അവന്റെ കൈ പിടിച്ച് മുഴുക്കിട്ട് നെഞ്ചത്ത് ഇവന്റെ കാര്യം വെച്ചു കൊടുക്കും. കുറയുന്നവരെ ഇങ്ങനെ തരത്തിൽ നെച്ചടിക്കണം. എന്നിട്ട് മുടിക്ക് പിടിച്ചെടുത്താ ഇങ്ങനെ ഒരൊറ്റ. അവനെ ഒന്നുകളെ കേസ് എന്ത് വന്നാലും ഞാനായിട്ട്. ആരുടെ ഹീറോ? ഹീറോ ഇവന്റെ പപ്പയാ. അവനവിടെ മരത്ത് ആ കരി പൊട്ടി. ഇനി കല്യാണം വെച്ചിട്ട് ഒരു കാര്യമില്ല. കണ്ടോ, നമ്മളെ ആക്രമിക്കാൻ വരുന്നവരുടെ നേരെ മാത്രമേ നമ്മൾ കായികാഭ്യാസങ്ങൾ പ്രയോഗിക്കാവൂ. മനസ്സിലായോ? നല്ല ബ്യൂട്ടിഫുൾ ആയില്ലേ? What the hell is this? Go to your classes. Hey, everybody go to your classes. everyone ക്ലാസ്സിലേക്ക് പോയിക്കേ. ചെല്ല്. ആദി, ക്ലാസ് കഴിയുമ്പോ നീ പോവരുത്. എനിക്ക് പപ്പയെ പരിചയപ്പെടുത്തി തരണം. Boys and girls, back to your positions. Fast. ആദി പ്ലീസ്, ക്ലാസ് തുടങ്ങണമെങ്കിൽ തന്റെ ഫാദറിനോടൊന്ന് പുറത്തു പോകാൻ പറയേ. പേടിയായിട്ട് വയ്യ. ഗുണ്ടകൾ എവിടെ കൊണ്ടുവന്നിട്ട് തല്ലുകാന്ന് വെച്ചാ? അയ്യോ സാർ, ഞാൻ കൊണ്ടുവന്നിട്ട് തല്ലിയൊന്നുമില്ല. കുട്ടികൾക്കൊരു ഡെമോൺസ്ട്രേഷൻ ആയിക്കോട്ടെ എന്ന് വെച്ചു. പിന്നെ അല്ലാതെ. അല്ലെങ്കിൽ പിന്നെ ഞാൻ ഇത്ര റിസ്ക് എടുത്ത് അവരോട് ഓട്ടോ വിളിച്ചു കൊണ്ടുവരേണ്ട കാര്യമുണ്ടാ?
ഇപ്പൊ ഏകദേശം കുട്ടികൾക്കെല്ലാം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് മാഷിന് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? നിന്നെ ഇപ്പൊ ആരെയും ഇങ്ങോട്ട് വിളിച്ചത്? പോയി അബ്ദുൾ റസാഖിന്റെ കാര്യം നോക്കടാ. ഓക്കെ മുതലാളി. അബ്ദുൾ റസാഖ് ഇപ്പൊ അവരോട് മുട്ടി എന്ത് കാണിച്ചിട്ടുണ്ടാവും ആവോ? അവിടെ ഒന്നും മുട്ടാൻ നോക്കി നടന്നില്ല. ഒരു മിനിറ്റ് എന്താ ഇതാടാ? പപ്പ, എനിക്ക് കരാട്ടയും കുസ്തിയും പഠിക്കണ്ടത് ഞാൻ പറഞ്ഞല്ലേ. നീ എന്റെ മോനാ, നീ ഇതൊക്കെ പഠിച്ചിരിക്കണം. ഞാൻ എനിക്ക് കരാട്ട പഠിക്കണമെങ്കിൽ പപ്പ അവിടെ വരാൻ പാടില്ല. വരാന്തയിൽ മറ്റു പാരന്റ്സിനൊപ്പം വെയിറ്റ് ചെയ്യും. എനിക്ക് ബോറടിക്കല്ലടാ. ഒന്ന് ഫോൺ ചെയ്യാന്ന് വെച്ചാ അപ്പ ആരെങ്കിലും വരും. ഫോൺ ചെയ്യാൻ പാടില്ല എന്ന് പറയാം. എന്താ ഇത്? രാവണൻ കോട്ട, ഇത് കളിച്ചിരിക്കും. അപ്പോഴേക്കും ഞാൻ വരാം. അവിടെ വെച്ചേക്ക്. ശിവാനി, your mom is calling. മമ്മി എവിടെയാ? ശിവാനി, കഴിഞ്ഞല്ലേ നിന്റെ ടെന്നീസ് പ്രാക്ടീസ്? ഇല്ല മമ്മി, ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ. മമ്മി ഇങ്ങോട്ട് വാ, ഇവിടെ എല്ലാ പാരന്റ്സും ഉണ്ട്. ഇല്ല ശിവാനി, എനിക്ക് കുറച്ച് മെയിൽസ് അയക്കാനുണ്ട്. ഞാൻ ഇവിടെ വെയിറ്റിംഗ് ഏരിയയിലുണ്ടോ? കഴിയുമ്പോ എനിക്ക് ഫോൺ ചെയ്താൽ മതി. ഓക്കേ. ഇവിടെ വന്നിരിക്കാൻ ആരാ പറഞ്ഞത്? കളത്തിലാക്കിയതില്ലേ, പിന്നെ എന്തിനാ ചാടിപ്പോരുന്നത്? ഓ സോറി സോറി. സോറി, രാവണൻകോട്ടയിലെ ഗോളങ്ങൾ പറഞ്ഞതാ. ഹലോ, ഞാനിപ്പോ മോളുടെ സ്കൂളിലാണ്. ഇവിടെ മൊബൈൽ യൂസ് ചെയ്യാൻ പാടില്ല. ഐ കോൾ യു ബാക്ക്. അനങ്ങരുത്, അനങ്ങരുത്, അനങ്ങരുന്നല്ലേ പറഞ്ഞത്? പുല്ല്. രാവണൻകോട്ടെ അവന്റെ ഗോളങ്ങൾ. ഒരു ഗോൾ അത്യാവശ്യമായതുകൊണ്ടാണ്. പ്ലീസ്. അബ്ദുൾ റസാഖേ, എന്തായി കാര്യങ്ങള്? അവനെ പഞ്ഞിക്കിട്ട്. പക്ഷെ ഞാൻ ആശുപത്രിയില്ല. എങ്ങനെ? ഞാൻ അവനെ തലവെച്ചിടിച്ചാണ് മുതലാളി. അവന് തടുക്കാറിഞ്ഞൂടായിരുന്നു. തെണ്ടി മാറിക്കളഞ്ഞ്. എന്നിട്ട് എന്റെ തലയൊന്നും അതിലിടിച്ച്. അപ്പൊ പിന്നെ പൊട്ടൂലേ? നീ പോയി റെസ്റ്റ് എടുക്ക്. റെസ്റ്റാ? ഓ, ഹലോ, താൻ എന്ത് വക്കീലാടും? കേവിയറ്റ് എടുത്ത് വെക്കാതെ സ്റ്റേ മേടിച്ചില്ല. താൻ എനിക്ക് കേസ് നടത്തണ്ടേ? വിക്രമനെ ഞാൻ അങ്ങോട്ട് വിടാം. കംപ്ലീറ്റ് ഫയൽസും അവന്റെ കൊടുത്ത് വിട്ടേക്കണം. വേണ്ട, പറഞ്ഞ അങ്ങോട്ട് കേട്ടാ മതി. ഫുൾ. മിസ്റ്റർ, ഒരു കോൾ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എത്രാമത്തെ കോളായത്? കോള് പലതാണെങ്കിലും കേസ് ഒന്ന് തന്നെയാണ് മാഡം. ഒരു ദരിദ്രവാസി പോയി സ്റ്റേ മേടിച്ചോളൂ. പാവ അബ്ദുൾ റസാഖിന്റെ തലയും പൊട്ടി. വളരെ സീരിയസ് ആണ്. എന്ത് സീരിയസ് ആണെങ്കിലും ഫോൺ ചെയ്താൽ മതി. ആ ഫോണിങ് തരൂ. ഒരു മനസ്സ് വേണ്ടേ? മാഡം, ഞാനിവിടെ വെക്കേഷൻ ആയതുകൊണ്ട് ഫോൺ ചെയ്തതാ. നിങ്ങളുടെ കേസും വെക്കേഷനും ഒന്നും എനിക്ക് അറിയണ്ട. ആ ഫോണിങ് തരൂ. ഒരു കോൾ മാത്രമേ ഉള്ളൂ. വിക്രമൻ ലൈനിലുണ്ട്. മര്യാദക്ക് ഫോൺ തരുന്നുണ്ടോ ഇല്ലയോ? ഇപ്പൊ ഈ ഫോണല്ലേ വേണ്ട? അതെ. ഇന്നാ എടുത്തോ. നിങ്ങൾ എന്തായി കാണിച്ചേ? എത്ര രൂപയുടെ ഫോണാന്ന് അറിയത്? എത്ര രൂപയുടെ ഫോൺ ആയാലും എന്താ? നിങ്ങൾക്ക് മാനേഴ്സ് അല്ലേ വലുത്. പെറുക്കി എടുത്തോ മാനേഴ്സ്.